73 രൂപ ചോദിക്കുന്നൊരു കാള. ഏകദേശം ഒരു 160-170 കിലോ മീറ്റ് എല്ലടക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെയുള്ള കാളക്കുട്ടി 42,500 ചോദിക്കുന്നത്. ഏകദേശം ഒരു 100 കഷ്ടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന റേറ്റാണ്, നമ്മൾ വിറ്റ റേറ്റ് അല്ല. അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റാണ്, നമുക്ക് വില പേശി വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചന്തയായ മഞ്ചേരി ചന്തയിലാണ്. എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത്. രാവിലെ ഒരു 6 മണി മുതൽ ഉച്ചവരെ സാധാരണ നടക്കാറുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചന്തയാണ്. 2000-2500 കാലികൾ ഏകദേശം ബുധനാഴ്ച വരാറുണ്ട്. എല്ലാവിധ കാലികളും ഉണ്ടാവാറുണ്ട്. പശു, എരുമ, പോത്ത്, കാള, ചെറിയ കുട്ടികളത് വേറെ, എല്ലാവിധ കാലികളും നമ്മൾ ചന്തയിൽ എത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാലികൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിച്ച് പോകാൻ കഴിയും. എല്ലാ ബുധനാഴ്ചയാണ് നടക്കാറുള്ളത്. വ്യത്യസ്തമായ കാലികൾ ഇവിടെ ഉണ്ടാവും. വേണ്ടി നിങ്ങൾ ഈ കാളക്കുട്ടികളൊക്കെ വളർത്താനും അതുപോലെ നമ്മൾ കാളകൂട്ടിനൊക്കെ പറ്റിയ ചെറിയ കുട്ടികളാണ്. ഇറ്റകളൊക്കെ മെരുക്കിയെടുത്ത് ഉഷാറായിട്ട് വളർത്താൻ കഴിയും. ഇതൊക്കെ ഈ കാണുന്ന കാളകളൊക്കെ ഒരു ഇടത്തരം സൈസ് കാളകളാണ്. ഏകദേശം ഒരു 1.25 മുതൽ 2 അടുത്ത്, 1.25-2 അടുത്ത് റേഞ്ചുള്ള കാളകളാണ് ഇതൊക്കെ. കിലോ ഒരു 320-330 റേഞ്ചിൽ നമ്മൾ എല്ലടക്കം കൊടുക്കേണ്ടി വരും. മീറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 360-170 വരും. നല്ല വൃത്തിയുള്ള വടക്കൻ കാളകളാണ് അധികവും. നമ്മുടെ ചന്തയിലെത്തിയ വേറെ കുറച്ച് കാളക്കുട്ടികളാണ് ഇതൊക്കെ ചെറുമട്ടത്തിലുള്ള കാളക്കുട്ടികളാണ്. 40+ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുന്ന റേറ്റാണ്. ഒരു 25-35 ഇടയിൽ കൊടുക്കേണ്ടി വരും കാളക്കുട്ടികളൊക്കെ. നമ്മൾ എത്തിയിട്ടുള്ള കുറച്ച് പശുക്കളും പശുക്കുട്ടികളൊക്കെയാണിത്. പെരുന്നാൾ ചന്തക്ക് ഇന്നോടെയുള്ള ചന്ത ആയതുകൊണ്ട് പശുക്കളൊക്കെ കുറവാണ്. അധികം നമ്മളെ പള്ളിയേക്കിൽ ഉദയത്തിൻ്റെ കാലികളാണ് അധികം ഉള്ളത്. ഈ പോത്തുകൾ കണ്ടില്ല നിങ്ങൾ, 65,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് 50 റുപ്യ വരെ ഒരു ടീം പറഞ്ഞു, കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 140 റേഞ്ചിലൊക്കെ എല്ലടക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു 400 റേഞ്ചിൽ ഏകദേശം പോത്തുകൾക്ക് വില വരും. ഇത് സീസൺ ആയതുകൊണ്ടായിരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 40+ കാളക്കുട്ടികളാണ്. ഇതൊക്കെ ചോദിക്കുന്ന റേറ്റാണ്. ഒരു 320-330 റേഞ്ചിലൊക്കെ കാളക്കുട്ടികൾ കൊടുക്കേണ്ടി വരും എല്ലടക്കം. എല്ലാവർക്കും നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 350+ വരും ഏകദേശം. ഒക്കെ നല്ല ഉദയത്തിന് പറ്റിയ കാളക്കുട്ടികൾ, ചെറിയ കുട്ടികൾ, ചെറിയ ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കാളക്കുട്ടികൾ. അപ്പോൾ കുറേ ടീമൊക്കെ വന്ന് വില പറയാണ്, വാങ്ങിച്ച് പോവാണ്. ഒരു ഇടത്തരം സൈസ് ജേഴ്സി കാളകളാണ് അധികവും. നമ്മളെ കയറുന്ന വഴിയിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് അവർ. ഇതിനൊക്കെ ആളുകൾ വല്ലാതെ ചോദിക്കുന്നില്ല. നമ്മളിനി അടുത്ത ആഴ്ച ചന്തയിലായിരിക്കും ഒരു പക്ഷേ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ചന്തയിൽ ഒരുപാട് കാലികൾ എത്തിയിട്ടുണ്ട്, പക്ഷേ വാങ്ങിക്കാൻ ആളുകൾ കുറവാണ്. പെരുന്നാൾ ചന്ത ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഈ ജേഴ്സി കാളക്കുട്ടി ഉണ്ട് 40 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 100-110 കിലോ ഉണ്ടാവും. ഇത് ചോദിക്കുന്ന റേറ്റാണ്. ഒരു 30-32 റേഞ്ചിലൊക്കെ കിട്ടിയാൽ നമുക്ക് എടുക്കാം. ചെറുമട്ടത്തിൽ വളർത്താനൊക്കെ പറ്റിയൊരു ജേഴ്സി കാളക്കുട്ടി. ചന്തയിൽ കുറച്ച് ചളിയായത് കാരണം അവരൊക്കെ ഫ്രണ്ടിലോട്ട് പിടിച്ചു വരികയാണ്. ചന്തയിലുള്ള കുറച്ച് വേറെ ചെറിയ കുട്ടികൾ ഒരു 10-12-20 ഇടയിൽ ഏകദേശം കൊടുക്കേണ്ടി വരും ഏകദേശം ഈ കുട്ടികളൊക്കെ. അതൊക്കെ മഴ കൊണ്ടിട്ടാണ് ഒരു ക്ഷീണം പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരുപാട് കാലുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ ചന്തയിൽ. വടക്കൻ കാളക്കുട്ടി ഏകദേശം 1.25-130 അടുത്ത് ഏകദേശം മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു 36-38 രൂപയൊക്കെ ഏകദേശം കൊടുക്കേണ്ടി വരും. എല്ലാം അടക്കാണ് നമ്മളൊരു 130 പറഞ്ഞത്. 40 സംതിങ്ങാണ് ചോദിക്കുന്നത്. നമ്മളൊരു ആവറേജ് റേറ്റ് പറയാണ്. ഇതൊക്കെ ചെറിയ പോത്തുകുട്ടികൾ. ഇതൊക്കെ തന്നെ 50+ ചോദിക്കുന്നത്. 140-140 ചെറിയ ചെറിയ പോത്തുകുട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് എത്രയാണ് കാലിയുടെ വില എന്ന്. സീസൺ ആയതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ പെരുന്നാളൊക്കെ കഴിഞ്ഞ ഒരു പക്ഷേ കുറേ ആയിരിക്കും. മഞ്ചേരി ചന്തയിൽ ഒരു ടീം വാങ്ങിച്ചു കിട്ടിയ 2-3 കാളകളാണ്.
നല്ല സൈസുള്ള ഈ ഫസ്റ്റത്തെ കാള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള കാളയാണ്. മഴ പെയ്ത് കാരണം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. നിൽക്കാനുള്ളൊരു പോത്താണ്, വെറൈറ്റിയാണ്. ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ആളുകൾ വല്ലാതെ ചന്തയിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാണാൻ ഒരുപാട് പേരുണ്ടെങ്കിലും വാങ്ങിക്കുന്ന ആളുകൾ കുറവാണ്. വളരെ കുറവാണ്. പെരുന്നാള് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ചെറിയ ബോട്ടുകളൊക്കെ ഇറങ്ങുള്ളൂ. അതൊക്കെ ഉദയത്തിന്റെ കാര്യങ്ങളാണ് അധികം എത്തുന്നത്. കുറച്ച് ചെറിയ വളർത്തുകുട്ടികളുണ്ട്. എന്നും കൊണ്ടുവരുന്ന കുറച്ച് ടീമുണ്ട്. അത് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. കാളയാണ് ജേഴ്സിക്കാള. അത്യാവശ്യം നല്ല വീട്ടിൽ കൊണ്ടൊരു കാളാണ്. 30 സംതിങ് ആണ് ഇത് ചോദിക്കുന്നത്. കറക്റ്റ് റേറ്റ് നമുക്ക് ഓർമ്മയില്ല. ബുധനാഴ്ച എടുക്കുന്നതാണ്. അപ്പോൾ ചില റേറ്റിനൊക്കെ ഒരു പക്ഷേ മാറ്റം വരുവാണ്. ക്ഷമിക്കുക. അവർ പറയുന്ന വിലയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണ്. ചിലപ്പോൾ ചിലവുകൾ കള്ളം പറയും. നമ്മൾ ആ വിലയാണ് ഇടാറുള്ളത്. ആവറേജ് വെച്ചുകൊണ്ട് ഇതിൽ അത്യാവശ്യം നല്ല പോത്തുകുട്ടികളുണ്ട്. വാങ്ങിക്കാൻ ആളുകൾ വളരെ കുറവായിരുന്നു. അടുത്ത ആഴ്ചയ്ക്ക് ഒരു പക്ഷേ നല്ല ആളുകൾ എനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരുപാട് പോത്തുകുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു 150 അടുത്ത് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം. മഴ കാരണം ആകെ ചെളിയും വെള്ളം കഴിഞ്ഞിട്ട് നമുക്ക് കാലിനോട് ഇറങ്ങാൻ കഴിയൂല. കാലങ്ങളങ്ങനെ വാങ്ങിച്ച് കെട്ടുകയാണ്. ചന്തയിൽ വാങ്ങിയിട്ട് ചന്തയിൽ വിൽക്കാനുള്ള ഒരു ടീമാണ് ഇതൊക്കെ. ചിലവരങ്ങനെ വാങ്ങിക്കും, ചന്തയിൽ വിൽക്കും, അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച വിൽക്കും. അങ്ങനെ കൊണ്ട് കടന്ന് വിൽക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും. ഒരു പക്ഷേ നല്ല ലാഭം കിട്ടും, ഒരു പക്ഷേ നല്ല നഷ്ടമാവും. സാഹചര്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ചന്തയിലുള്ള കുറച്ച് പശുക്കളാണ്, ചെറിയ പശുക്കൾ, വലിയ പശുക്കൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അധികം ചെറിയ പശുക്കുട്ടികൾ കുഴപ്പമില്ലാതെ ഉണ്ട്. നാടൻകുട്ടികളല്ല, ചന്തക്കുട്ടികളാണ്. ഇങ്ങനെയാണ് ഇവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ ഉണ്ട്. ആളുകൾ വല്ലാതെ എത്തിയിട്ടില്ല. വില പറയാണ്, വില കുറയുന്നില്ല. കുട്ടി പോയി വളർത്താൻ പറ്റിയ കുട്ടി. ചന്തയിലുള്ള വേറെ കുറച്ച് പോത്തുകൾ, ഇതൊക്കെ ഇടത്തരം സൈസ് പോത്തുകളാണ്. ഈ ഇടത്തരം സൈസ് പോത്തുകളാണ് അധികവും നമ്മുടെ ചന്തയിലുള്ളത്. ഒരു 1.25 മുതൽ 160 കിലോ ഉള്ള പോത്തുകളാണ് അധികം ഉള്ളത്. അതിനാണ് ഏറ്റവും കൂടുതൽ കോളുകളുള്ളത്, നമ്മുടെ ഉദയത്തിനൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. പ്രാവശ്യം കണ്ടില്ല ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാട് പോത്തുകുട്ടികളൊക്കെയാണ്. വലിയ പോത്തുകൾ വളരെ കുറവാണ്. 2-2.5 കിലോ കിൻ്റലുള്ള പോത്തുകളൊക്കെ വളരെ കുറവാണ്. അതൊക്കെ കുറച്ച് ചെറിയ പോത്തുകുട്ടികളാണ്. 80-85, ഒരു 100-110 കിലോൻ്റെ ഇടയിലുള്ള ചെറിയ പോത്തുകുട്ടികൾ. ഇതിനൊന്നും വാങ്ങിക്കാനും ആളുകളില്ല, എന്നാൽ വിലയേറ്റ കുറവില്ല താനും. ഇതൊക്കെ അടുത്ത ആഴ്ചക്ക് പ്രതീക്ഷിക്കുന്നു നല്ല വിലക്ക് വിൽക്കുന്നത്. ഇപ്പോൾ ചന്തയിലുള്ള പോത്തുകളാണ് മെയിനായിട്ട് കാണുന്നത്. കണ്ടില്ല ഞങ്ങൾ നല്ല വൃത്തിയുള്ള ഒരുപാട് പോത്തുകുട്ടികൾ. പശുക്കളൊക്കെ അത്യാവശ്യം വന്നിട്ടില്ല. എൻ്റെ 3:45 അടുത്ത് ഏകദേശം ഉണ്ടാവും.
മുപ്പത്തിമൂന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അസിനൊരു കാര്യം പറഞ്ഞപ്പോ പോന്നപ്പോ കൂട്ടുണ്ടോ